ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ആ വിവാദമില്ലേ, ഏത് അരുൺകുമാർ, അതെ, റിപ്പോർട്ടർ TV-യുടെ കൺസൾട്ടിങ് എഡിറ്ററായിട്ടുള്ള അരുൺകുമാറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന കേസ്, ആ കേസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ വർഷത്തെ യുവജനോത്സവത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിവാദമാണ്. അരുൺകുമാർ ഒരു വിവാദ നായകനായിട്ട് റിപ്പോർട്ടർ TV-യിൽ തന്നെ അദ്ദേഹം വന്ന ശേഷം വിവാദ നായകനാകുന്ന എനിക്ക് തോന്നുന്ന ഒരു മൂന്നാമത്തെയൊക്കെ വിഷയമാണെന്നാണ് തോന്നുന്നത്. കാര്യം ശിരൂര് അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ലോറിയെ അവിടെ അദ്ദേഹം കാണിച്ച അതിന് പച്ച മലയാളത്തിൽ പട്ടി ഷോ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം മാധ്യമം ഒരു നീണ്ട നാളത്തെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിൽ ഇങ്ങനത്തെ ഒരു ഷോ നമ്മളാരും കണ്ടിട്ടില്ല. അതൊരു വിഷയം. അപ്പോൾ ഇതുമായി ബന്ധമില്ലാത്തൊരു വിഷയമാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ യുവജനോത്സവത്തിൽ നമ്മുടെ പഴയിടം നമ്പൂതിരി വെറുതെ വിവാദത്തിലേക്ക് പിടിച്ചിടുകയും മാംസാഹാരം എന്തുകൊണ്ട് യുവജനോത്സവ വേദിയിൽ വിളമ്പിക്കൂടാ എന്നൊരു അനാവശ്യ ചോദ്യം ഉണ്ടാവുകയും ആ പാവം പിടിച്ച മനുഷ്യൻ അത് ആവശ്യമില്ലാതെ, അതായത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രീകണ്ഠൻ നായർ സാറിന്റെ കൂടെയാണ് ഫ്ലവേഴ്സിൽ ജോലി ചെയ്യുന്നത്. പക്ഷെ ശ്രീകണ്ഠൻ നായർ സാറ് ഇത്തരത്തിൽ ഉള്ള കുഴപ്പങ്ങളിലേക്ക് അദ്ദേഹം ചാടാറില്ല. ബേസിക്കലി അല്ല, ശ്രീകണ്ഠൻ നായർ സാറിനെ സംബന്ധിച്ച് ശ്രീകണ്ഠൻ നായർ സാറ് ഒരിക്കലും ഇത്തരത്തിലുള്ള അദ്ദേഹം ഇപ്പോഴാണ് പൂർണ്ണമായ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ചാനലിൽ അദ്ദേഹത്തിന്റെ 24-ൽ അദ്ദേഹം ഉള്ളത്. അരുൺകുമാറിനെ സംബന്ധിച്ച് ശ്രീകണ്ഠൻ നായർ സാറിന്റെ കൂടെയാണ് നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പോലും ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു നല്ല വശങ്ങളും അരുൺകുമാറിന് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ എന്തായാലും ഇത് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയാനാണ് തീർച്ചയായിട്ടും ശരിക്കും എന്റെ ഒരു കോൺസെപ്റ്റിൽ. കഴിഞ്ഞ വർഷത്തെ യുവജനോത്സവം നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ടൈമാണ്. നമ്മളുടെ കുട്ടികള് ജില്ലാ ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റവന്യൂന്ന് ജയിച്ച് അങ്ങ് സ്റ്റേറ്റിൽ പോയി അവിടുത്തെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു പാരമ്പര്യം തനതായ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത്രയും പവിത്രതയോടെ എത്ര മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാണ് കുട്ടികൾ ആ ഒരു ഇതിലേക്ക് ചെല്ലുന്നതും ആ ഒരു സ്റ്റേജിൽ പോയിട്ട് ഒരാവശ്യം ഇല്ലാണ്ട് അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ് പഴയിടം നമ്പൂതിരി അവിടെ പഴയിടത്തിൻ്റെ അല്ലെങ്കിൽ പോലും പഴയിടം നമ്പൂതിരി ആയതുകൊണ്ടാണ് അദ്ദേഹം നോൺ വെജ് ഉണ്ടാക്കാത്തത്. അപ്പോൾ വേറൊരാൾ വെച്ച് നോൺ വെജ് ഫുഡ് കൂടി ആ കുട്ടികൾക്ക് കൊടുക്കണം എന്ന രീതിയിലേക്ക് ആ ചർച്ച പോയത്. അങ്ങനെ ഒരു കോൺട്രവേഴ്സിയാണ് അതെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അങ്ങ് ഇടപെട്ടു. അവിടെ കലാപരമായ കാര്യങ്ങൾ നോക്കാം, കുട്ടികളുടെ കാര്യങ്ങൾ എത്രയെത്ര റിപ്പോർട്ടിങ്ങിനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഫുഡിലെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. അന്ന് ഉണ്ടായ കോൺട്രവേഴ്സീസ് നമുക്കറിയാം. എത്ര പല അഭിപ്രായങ്ങൾ വന്നെങ്കിലും പഴയിടം അവസാനം ഈ വിവാദങ്ങൾക്ക് അവസാനം അദ്ദേഹമാണ് വർഷങ്ങളായിട്ട്, ഇവൻ ഞാനൊക്കെ പോയിട്ടുണ്ട് ആ സമയം മുതലേ നമ്മൾ ഞാനൊരു 3 വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ്, 3-4 വർഷം പങ്കെടുത്ത ആളാണ്. അപ്പം അവിടെ മുതലേ ഉള്ള ആ ഒരു ടൈമിൽ പഴയിടമാണ് അന്ന് മുതലേ സ്റ്റേറ്റിലൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ മാംസാഹാരം വേണം എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമാക്കി അവസാനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ പണി നിർത്തുകയാണ് എന്ന് പറഞ്ഞു. ഇനി മുതൽ യുവജനോത്സവ വേദിയിൽ അദ്ദേഹം ഫുഡ് ഉണ്ടാക്കില്ല. അത് അത്രയും മനസ്സുരുകിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വർഷത്തെ പഴയിടത്തിന്റെ രുചി അറിഞ്ഞ ഞങ്ങൾ കുട്ടികളുടെ ഇടയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഇനി ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി അതേ മത്സരവേദിയിൽ ഒരു വർഷം ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഈ വർഷം അന്നും പഴയിടം നിന്ന സ്ഥാനത്ത് പ്രതിസ്ഥാനീയനായിട്ട് ഇപ്പം നിൽക്കുന്നത് അരുൺകുമാറാണ്. അതും പോക്സോ കേസിൽ അന്ന് ഒരാവശ്യം ഇല്ലാണ്ട് പഴയിടത്തിനെതിരെ ഉണ്ടാക്കിയ വിവാദം ഉണ്ടാക്കി ചാനൽ റേറ്റിംഗ് കൂട്ടാൻ നോക്കിയെങ്കിൽ ഇന്ന് അവരുടെ ഇത്തരം ഒരു വിവാദം കൊണ്ട് മറ്റുള്ള ചാനലുകാരുടെ റേറ്റിംഗ് കൂട്ടുകയാണ്. അവരുടെ ചാനലുകാർ ഇതുവരെ ഇതിനെ പറ്റിയിട്ടൊന്നും മിണ്ടിയിട്ടില്ല. അല്ല, അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചാനലുകൾ തമ്മിലുള്ള മത്സരം അതീവ രൂക്ഷമാണ്. കാര്യം ഇതിനു മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാർ എന്ന അവരുടെ ഒരു സീനിയർ റിപ്പോർട്ടറുമായി ബന്ധപ്പെടുത്തി അവരുടെ ഒരു ജോലിക്കാരിയുടെ മകളെ വെച്ചൊക്കെ അവർ ഷാജഹാൻ എന്ന കോഴിക്കോടത്തെ ഒരു റിപ്പോർട്ടർ, പിന്നെ ഫൈസൽ ബിൻ അഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ തന്നെ മറ്റൊരു റിപ്പോർട്ടർ, ഇവരെല്ലാവരും കൂടെ ചേർത്തിട്ട് അവരൊരു നാടകം കളിച്ച് ഈ പറഞ്ഞ പോലെ ഒരു പീഡന കഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അതിൻ്റെ പേരിൽ കാര്യം ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന
ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ CPM-ന്റെ ഒരു അടിസ്ഥാന രീതി എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെതിരെ പറയുന്നവരെ നിഷ്കരണം ആക്രമിക്കുക. തിരിച്ച് ഈ ഏഷ്യാനെറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വരെ SFIO DYFIO CPM-കാരെ പ്രശ്നം ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ നമുക്ക് പിൻകാലത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഇത്തരത്തിൽ വാർത്ത വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ കടന്നാക്രമിച്ചത് ഈ റിപ്പോർട്ടറാണ്. കാര്യം റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനല് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുട്ടിൽ മരമുറി മുതലാളിമാർ ഇതിൽ ഏറ്റെടുത്തു എന്നുള്ളത് ശരിയാണ് എന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇൻഡോ ഏഷ്യൻ ഞാൻ ആ ചാനലിൽ വളരെ ഒരു കുറച്ച് നാൾ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വർഷത്തിന് അടുത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഇൻഡോ ഏഷ്യൻ എന്ന് പറയുന്ന ഒരു കമ്പനി നികേഷ് കുമാർ ഉണ്ടാക്കിയ കമ്പനിയാണ്. ഇപ്പോഴും ഇതിൻ്റെ ഈ കാശ് ഇവർ ഇറക്കി എന്നുണ്ടെങ്കിലും നികേഷ് കുമാറിന് അതിനകത്ത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു സാന്നിധ്യമുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ നികേഷ് കുമാർ പത്രപ്രവർത്തകനായി ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം എന്ന പത്രപ്രവർത്തകൻ ഒരു നല്ല പത്രപ്രവർത്തകൻ തന്നെയായിരുന്നു. അദ്ദേഹം നല്ല ഭംഗിയായിട്ടാണ് ഇത് കൊണ്ടുപോയത്. അവിടെ നമ്മൾ പറഞ്ഞു വന്നത് അരുൺകുമാർ എന്ന വ്യക്തി സ്വയം ഒന്ന് ചാനലിനെ പൊലിപ്പിക്കാനും, അതായത് ചിലർ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രമൊന്നുമല്ല, അദ്ദേഹം എന്തൊക്കെ കാണിക്കുന്നെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത്രത്തോളം ഒരു വൈബ്രൻസി വേണമോ എന്നുള്ളത് നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ പല ഇതിലും നമ്മൾ ഇതിനെ ഒരു പഴയിടത്തിന്റെ ശാപം അല്ലെങ്കിൽ ബ്രാഹ്മണ രീതിയിലേക്കും ആളുകൾ ഇപ്പൊ കരുതുന്നുണ്ട്. ശരി, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പഴയ ശാപം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കണ്ണുകളോടെയാണ് അതിനെ പ്രതികരിച്ചത്. അദ്ദേഹത്തെ പോലത്തെ ഒരു പാവം മനുഷ്യൻ, അതുപോലെ പൊതുവിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഇതില് അവിടെ അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി അത് ഉണ്ടാക്കുകയില്ല. അത് ഒരിക്കലും അരുൺകുമാർ പറഞ്ഞതിനോട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ല. അതിനെ ഏറ്റുപിടിച്ച മന്ത്രിയുണ്ട്. അന്ന് മന്ത്രി ശിവൻകുട്ടി അതിനെ ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. എന്നിട്ട് അതിനെ പിന്നീട് മനസ്സിലാക്കി തിരികെ വീണ്ടും പഴയത്തെ കൊണ്ടുവന്നത് ഒരു വലിയ കാര്യം തന്നെ. നമ്മളിവിടെ ഒരു ഫുഡ് എക്സിബിഷൻ അല്ല പോകുന്നത്. അവിടുത്തെ ഫുഡ് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കൂടുതലും ക്ലാസിക്കൽ ഡാൻസ് അങ്ങനത്തെ ഡാൻസ് അല്ലെങ്കിൽ തന്നെ പൊതുവിൽ അവിടെ നമ്മളിത് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കാനല്ലോ പോകുന്നത്. ഒരു മത്സരവേദിയിൽ അല്ലെങ്കിൽ പോലും ഉച്ചയ്ക്ക് നോൺ വെജ് കൊടുക്കുന്നത് കുട്ടികൾക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് സയന്റിഫിക് വശം കൂടിയാണ്. ഇവർക്ക് ഈ നോൺ വെജ് കൊടുത്ത് എളുപ്പത്തിൽ ദഹിക്കാത്ത നോൺ വെജ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഹെവി ഫുഡ് കഴിച്ചിട്ട് ഒരിക്കലും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതോട് പറഞ്ഞിട്ട് ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇതൊരു കലാസദസ്സാണ്, കലാപ്രകടനമാണ്. ഞാൻ അറിഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. അതായത് പി ജയചന്ദ്രൻ്റെ മരണം ഉണ്ടായ സമയത്ത് എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്, യേശുദാസ് എന്ന ഗായകൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ബ്ലഡിന് യോജിക്കാത്ത അദ്ദേഹത്തിന് ഫുഡ് പോലും അദ്ദേഹം കഴിക്കില്ല എന്ന്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം നമ്മൾ സംസാരിപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫുഡ് എന്ന് പറയുന്നത് സസ്യാഹാരം എന്തിന് എന്നുള്ളത് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പോയ അരുണിന് അറിയില്ല. അതിനൊരു ശാസ്ത്രമുണ്ട്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ശിവൻകുട്ടിയും വന്ന് സംസാരിച്ചു. അപ്പൊ ശിവൻകുട്ടി പറഞ്ഞതിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എന്തിനും ഏതിനും വിപ്ലവം ഉണ്ടാക്കുന്നവരാണ്. ഇവിടെ ചെറിയ ചില തിരിച്ചടികൾ ചിലർക്ക് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. അതായത് ഇപ്പോ പണ്ടൊക്കെ പിന്നെ ഇച്ചിരി ഒന്ന് വൈകുമായിരുന്നു. ഇപ്പോ പിന്നെ ഇപ്പൊ പെട്ടെന്ന് പാടത്ത് പിന്നെ വരമ്പത്ത് കൂലി, പാടത്ത് പണിയും വരമ്പത്ത് കൂലി എന്ന് പറയുന്ന പോലെ എന്തായാലും നല്ലൊരു അടിയാണ് അരുൺകുമാറിന് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും അയാൾ പഠിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.